കേരള ഗവർണറുടെ സെക്യൂരിറ്റിയെപ്പറ്റി സിറ്റി പോലീസ് കമ്മീഷണറും CRP മേധാവികളും തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം ആ പൈലറ്റ്, ഗവർണറുടെ സഞ്ചാരത്തിലുള്ള പൈലറ്റ് കേരള പോലീസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. റൂട്ടും കേരള പോലീസ് തന്നെ നിശ്ചയിക്കും. പൈലറ്റിൻ്റെ മുമ്പിൽ കൺസേൺഡ് ലോക്കൽ പോലീസിലെ അവരുടെ വാഹനവും മുന്നോട്ട് പോകും. ബുള്ളറ്റ് പ്രൂഫ് കാറ് കൊടുക്കുമെന്ന് പറയുന്നു. കാരണം Z+ കാറ്റഗറിയിലുള്ള അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് കാറിലാണ്. അതുകൊണ്ട് കേരള ഗവർണർക്കും ബുള്ളറ്റ് പ്രൂഫ് കാറ് ലഭിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു കാര്യം, ഈ വാഹനത്തിൻ്റെ തൊട്ട് മുമ്പിൽ, ഗവർണറുടെ വാഹനത്തിന് തൊട്ട് മുമ്പിലും തൊട്ട് പിന്നിലും CRPയുടെ വാഹനമായിരിക്കും പോകുന്നത്. നേരത്തെ അത് കേരള പോലീസിൻ്റെ ആയിരുന്നു. അതിനി CRPയുടെ വാഹനം പോകും. റോഡിൻ്റെ ഏതുമെങ്കിലും വശത്ത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമോ സത്യാഗ്രഹമോ അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായാലും ശരി, CRP Z+ കാറ്റഗറി ഉള്ളവരെ ആ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ നിന്ന് വെളിയിൽ ഇറക്കാൻ സാധാരണ അനുവദിക്കാറില്ല. അതുകൊണ്ട് ഗവർണർക്ക് ഇനി വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയില്ല. ആരെങ്കിലും പ്രകടനം നടത്തിയാലും വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വാഹനത്തിനടുത്തോട്ട് ആരെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ മുന്നിലും പിന്നിലുമുള്ള ആ CRPയുടെ വാഹനങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് കാറിൻ്റെ ഇരുവശത്തും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അവരുടെ കയ്യിൽ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കുന്ന ലാത്തികളുണ്ട്, അത് അവർക്ക് പ്രയോഗിക്കാം. പക്ഷേ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളെല്ലാം കേരള പോലീസ് തന്നെ നോക്കണം. അത് CRPയുടെ പരിധി വരുന്നതല്ല. അത് Z+ കാറ്റഗറിയിൽ ആ VIP പ്രൊട്ടക്ഷൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കത്തില്ല, അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ നോക്കുന്നത് CRPക്കാർ തന്നെയാണ്. പക്ഷേ റോഡ് സൈഡിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളെല്ലാം ലോക്കൽ പോലീസ് തന്നെ നോക്കണം. ഈ Z+ കാറ്റഗറി സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഏകദേശം 40 പേർക്ക് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് 42ഓളം 55ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതുകൂടാതെ 42ഓളം പേരെ കേരള ഗവർണറുടെ വസതിയിൽ പ്രൊട്ടക്ഷൻ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവർ ആ ഗേറ്റിന് അകത്തുള്ള ഗവർണർ രാജ്ഭവൻ്റെ മുഴുവൻ പ്രൊട്ടക്ഷനും CRPയിലേക്ക് പോയിക്കഴിഞ്ഞു. ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന അവിടെ കേരള പോലീസ് തന്നെയായിരിക്കും അവിടുത്തെ പ്രൊട്ടക്ഷൻ നോക്കുന്നത്. ലോ ആൻഡ് ഓർഡർ പ്രശ്നം, സമരം, സത്യാഗ്രഹമൊക്കെ ഗവർണർ അങ്ങോട്ട് വരുമ്പം ഗേറ്റിന് വെളിയിൽ നിന്ന് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് കേരള പോലീസ് തന്നെയാണ്. അതേസമയത്ത് ഇൻറ്റേർണലായിട്ടുള്ള ഗവർണറുടെ രാജ്ഭവൻ്റെ അകത്തുള്ള ഗേറ്റുകളിലും അകത്തുള്ള പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് CRP ഏറ്റെടുത്ത് കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറും CRPയുടെ മേലധികാരി DIG ഒക്കെ സംസാരിച്ച് അതിനെല്ലാം ഒരു VIP സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തങ്ങളനുസരിച്ചുള്ള പ്രവർത്തികളിൽ അവർ രമ്യതയിലെത്തിയിട്ടുണ്ട്. അതുപോലെ നിലവിലെ കേരള പോലീസ് കമാൻഡ് വിഭാഗം ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പിൻവലിക്കും. അതേസമയത്ത് പൈലറ്റും പിന്നിലുള്ള വാഹനങ്ങൾ, അതുപോലെ ഫയർഫോഴ്സ്, ആംബുലൻസ്, അതൊക്കെ കേരള പോലീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഗവർണർക്ക് ഇനി വെളിയിൽ ഇറങ്ങേണ്ടി വരില്ല, ഇറങ്ങാൻ ഒട്ട് സമ്മതിക്കാനും പോകുന്നില്ല CRPക്കാർ. ആ ഗവർണറെ നിലമേൽ വെച്ച് തടഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില വാർത്തകളും വരുന്നുണ്ട്. ഒരു അനിശ്ചിതകാലത്തേക്ക് ഇനി കുട്ടികളുടെ സമരം ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും കേരള ഗവർണർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ, Z+ കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷൻ, ബുള്ളറ്റ് പ്രൂഫ് കാറ് കൊടുത്തുകൊണ്ടുള്ള പ്രൊട്ടക്ഷൻ CRP കൊടുത്തു കഴിഞ്ഞു.